ബീഫ് അല്ലടാ പട്ടികളെ കഴിച്ചത്, ഉള്ളിയാടാ. സംഘത്തിന് വേണ്ടി ഞാൻ മരിക്കും. എടാ നീ മരിച്ചോ? പക്ഷെ എന്നെ എന്തിനാടാ കാലം നീ കുറയ്ക്ക് കൊടുക്കുന്നു? ഒരു ത്വാത്വിക അവലോകനം കേരളത്തിലെ 3 മുന്നണികളെയും ആക്ഷേപഹാസ്യത്തിലൂടെ സമീപിക്കുന്ന ചിത്രമാണ്. ചിത്രത്തിന്റെ ടീസറിലും ഗാനത്തിലും കേരളത്തിലെ 3 മുന്നണികളെയും നല്ലപോലെ വിമർശിക്കുന്നുണ്ടെങ്കിലും ചിത്രത്തിന്റെ ഗാനം പുറത്തിറങ്ങിയതോടെ ഓൺ എയറിലായിരിക്കുന്നത് കേരളത്തിലെ സംഘമിത്രങ്ങളാണ്. ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ ചിത്രത്തിലെ ആന പോലൊരു വണ്ടി എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ കേരളത്തിലെ എല്ലാ മുന്നണികളെയും ഒരുപോലെ ട്രോളുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ട്രോളിയിരിക്കുന്നത് BJP സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രനെയാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ KJP സംസ്ഥാന പ്രസിഡന്റ് രമേശൻ വട്ടക്കുഴി ബീഫ് കഴിക്കുന്നതും ഹാൻഡ്സ് ഉപയോഗിക്കുന്നതും ഗാനത്തിലുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ചിത്രത്തിൽ KJPയുടെ സംസ്ഥാന പ്രസിഡന്റായ രമേശൻ വട്ടക്കുഴി ബീഫ് കഴിക്കുന്നതും പിന്നീട് ഞാൻ ബീഫല്ല കഴിച്ചത് ഉള്ളിയാണെന്നും പറയുന്നതും ചിത്രത്തിന്റെ ഗാനരംഗത്തിലുണ്ട്. കൂടാതെ ഇത്തവണ നമ്മൾ ജയിക്കുമെന്ന് രമേശൻ വട്ടക്കുഴി പറയുന്നതും കൂടെയുള്ള അനുനായി ഇത്തവണയെങ്കിലും വിരിഞ്ഞു കണ്ടാ മതിയായിരുന്നു എന്ന് പറയുന്നതും കേരളത്തിലെ സംഘമിത്രങ്ങളെ ഉദ്ദേശിച്ചാണ്, സംഘമിത്രങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അതേസമയം സമീപകാലത്തായി സംഘപരിവാർ ആശയത്തെ എതിർത്തുകൊണ്ടുള്ള ടീസറുകൾ മലയാള സിനിമയിൽ പതിവാണ്. വർത്തമാനം എന്ന ചിത്രത്തിന്റെ ടീസറിൽ സംഘപരിവാർ ആശയത്തെ ശക്തമായി എതിർത്തിരുന്നു. ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി മരിച്ചപ്പോൾ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയതാണോ നിന്റെയൊക്കെ രാജ്യസ്നേഹം, അതോ രാഷ്ട്രപിതാവിന്റെ ഘാതകനെ ആരാധിക്കുന്നതോ എന്ന നടൻ സിദ്ദീഖിന്റെ സംഭാഷണ ശകലമടങ്ങിയ വർത്തമാനത്തിന്റെ ടീസർ സംഘപരിവാർ ആശയത്തോടുള്ള തുറന്ന വിമർശനമായിരുന്നു. കൂടാതെ ജനഗണമന എന്ന ചിത്രത്തിന്റെ ടീസറിൽ ഗാന്ധിയെ കൊന്നതിന് 2 പക്ഷമുള്ള നാടാ സാറേ എന്ന പൃഥ്വിരാജിന്റെ സംഭാഷണവും സംഘപരിവാറിന് നേരെ വിരൽ ചൂണ്ടുന്നതായിരുന്നു. നിന്റെ തന്തയുടെ വകയാണോടാ ഇന്ത്യ, അവനും എനിക്കും നിനക്കും ഒരേ അവകാശമാണ് ഈ രാജ്യത്തുള്ളത് എന്ന സംഭാഷണ ശകലം അടങ്ങിയ 2 എന്ന മലയാള ചിത്രത്തിന്റെ ടീസറും സംഘപരിവാർ ആശയത്തിനെതിരെ വിരൽ ചൂണ്ടുന്നു എന്ന അഭിപ്രായവും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയർന്നിരുന്നു. ഇത്തരത്തിൽ സംഘപരിവാർ ആശയത്തെ എതിർക്കുന്ന ടീസറുകളോ ഗാനങ്ങളോ ഉൾപ്പെടുത്തിയാൽ കൂടുതൽ ജനശ്രദ്ധ കിട്ടുമെന്ന മാർക്കറ്റിംഗ് തന്ത്രമാണോ ഒരു ത്വാത്വിക അവലോകത്തിന് പിന്നിലെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും ചിത്രത്തിനെതിരെ ഇതുവരെ സംഘപരിവാർ ഹേറ്റ് ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ടില്ല. കാരണം ചിത്രത്തിൽ മറ്റു മുന്നണികളെയും ട്രോളുന്നു എന്നുള്ളത് കൊണ്ടാവാം. RKP നേതാവായ ഷമ്മി തിലകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ കടക്കപ്പുറത്ത് എന്ന ഡയലോഗും ചിത്രത്തിന്റെ പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാവാം സംഘപരിവാർ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാതിരിക്കാനുള്ള കാരണമെന്നാണ് ചില അഭിപ്രായങ്ങൾ. അതേസമയം ജോജു ജോർജ്, നിരഞ്ജ് രാജു, അജു വർഗീസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അഖിൽ മാരാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഒരു ത്വാത്വിക അവലോകനം. ജയറാം, ശ്രീനിവാസൻ, തിലകൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സത്യൻ അന്തിക്കാട് ചിത്രമായ സന്ദേശത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് സിനിമയുടെ പേര്. ഏതായാലും സിനിമ കണ്ടതിന് ശേഷം മാത്രമേ സിനിമ എന്ത് രാഷ്ട്രീയമാണെന്നും സിനിമ എന്താണെന്നും മനസ്സിലാക്കാൻ സാധിക്കൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.